ഇടുക്കിയിലെ മനോഹരമായ ഗ്രാമങ്ങളിലൂടെയുള്ള ഒരു യാത്ര. ബാലമ്പിള്ള സിറ്റിയുടെ ചരിത്രത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ചരിത്രം ആദ്യകാലത്ത് ഇവിടെ ഈ ബാലമ്പിള്ള സിറ്റി എന്ന് പേരുണ്ടാകാൻ തന്നെ ബാലമ്പിള്ള എന്നും പറയുന്ന ഒരാൾ ഇവിടെ ചായക്കച്ചവടം ഉണ്ടായിരുന്നല്ലേ. അങ്ങനെ എല്ലാവരും ചായ കുടിക്കാനൊക്കെ വരുമ്പം പറയുമ്പോൾ പോവാ ബാലമ്പിള്ള സിറ്റി, വാലമ്പിള്ള കടയിൽ പോവാം ഞാൻ പറഞ്ഞ ബാലമ്പിള്ള സിറ്റിയാണ്. അങ്ങനെ സിറ്റി ആയി, പിന്നെ പല കടകളായി. എല്ലാം പുരോഗമിച്ചു. ആദ്യകാലത്ത് വന്നിരുന്ന എല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ആദ്യകാലങ്ങളിൽ പിന്നെ ഇവിടുന്ന് വിറക് ചുമന്നും തമിഴ്നാട്ടിന് കമ്പം, കോമ്പ, പുതുപ്പട്ടി എന്നീ സ്ഥലങ്ങളിലേക്ക് വിറക് കെട്ട് ഉണക്കി വിറക് കയറി ചുമന്നു ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ കൊടുത്തിട്ട് അവിടുന്ന് അരി സാധനങ്ങൾ വാങ്ങിച്ച് അന്ന് തന്നെ രാത്രി പന്തമൊക്കെ കത്തിച്ച് സൈക്കിളിൻ്റെ ടയറും കണ്ട് ഇവിടെ തീ കത്തിച്ച് അത് കണ്ട് തിരിച്ചു കയറി എല്ലാം വന്നു. എന്നിട്ട് പിറ്റേ അവസ്ഥ പിന്നെ കുറച്ചൊക്കെ എല്ലാം പുരോഗതിയായി, കൃഷികളൊക്കെ ആയി. എല്ലാവരും ആനശല്യമായിരുന്നു. അന്നൊന്നും ആനശല്യം ഭയങ്കര രൂക്ഷമായിരുന്നു. പിന്നെ പന്നി, അങ്ങനെയുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലുണ്ട്. പിന്നെ ഇവിടെ ആനശല്യം അങ്ങ് മാറി. എന്നാൽ ഇപ്പോഴും ഭയങ്കര പന്നി ശല്യമാണ്, ഭയങ്കര ശല്യം. കപ്പ അതുപോലുള്ള നമുക്ക് നടുതല വസ്തുക്കൾ ഒന്നും ഇപ്പം നമുക്ക് ഇടാനായിട്ടോ കൃഷി ചെയ്യാനോ പറ്റുന്നില്ല. ആകെ അതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ജനസാന്ദ്രത ഇപ്പൊ അന്ന് 5 ഏക്കർ ബ്ലോക്കാണ് ഇവിടെ കൊടുത്തത്, പട്ടം ബ്ലോക്ക് കൊടുത്തത്. ആദ്യകാലത്ത് ഇവിടെ തമിഴ്നാടിലേക്ക് ആയി പോവെന്നുള്ള ഒരു ഭീതി അന്ന് പട്ടം താണുള്ള കേരളം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് പുള്ളി പിന്നെ 5 ഏക്കറും 2000 രൂപയും വെച്ച് 1300 ചില്ലാനും ബ്ലോക്കായി ഈ പ്രദേശത്ത്. ഈ തമിഴ്നാടോട് ചേർന്നുള്ള സ്ഥലം എത്രയാണെന്ന് കൃത്യമായി ഓർമ്മയില്ല. 1300 ചില്ലാനും ബ്ലോക്കുകൾ 5 ഏക്കർ. അവർക്ക് താമസിക്കുമ്പോൾ അന്നേരം അവരെ പുനരുദ്ധിയാൻ പിന്നെ 2000 രൂപ, 2000 രൂപ ലോണ് തിരിച്ചു കൊടുക്കേണ്ടതാണ്. പല ഘട്ടങ്ങളിലായിട്ട് ലോണ് അങ്ങനെ താമസിച്ചാണ് പശുവിനെ വളർത്തി അങ്ങനെ സംരക്ഷിച്ചും ഒക്കെ അങ്ങനെയാണ് ആദ്യമൊക്കെ കാലം വന്നത്. പല സ്ഥലത്ത് നിന്നാ. ഞങ്ങളാണ് പുനലൂരിൽ നിന്നാണ്, കോട്ടയത്തിൽ നിന്ന് വന്നവരുണ്ട്. ഈ കേരളത്തിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും. അന്നത്തെ യോഗ്യത എന്ന് പറയുന്ന കൈ പിടിച്ചു നോക്കും. കൈ പിടിച്ചു നോക്കിയിട്ട് തരമുണ്ടോ എന്ന് നോക്കും. തരമ്പുള്ളവൻ അപ്പോഴേ അലൂട്ടം. സ്ഥലമില്ലാത്തവനും അപ്പോഴേ അവനെ അലോട്ട്മെന്റ് പോയി. അങ്ങനെ കൊടുത്താണ് ഇവിടെ വന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം വന്നു. പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ എല്ലാം ജനസാന്ദ്രത്തിൻ്റെ 10 സെൻറ്റ് ഓരോരുത്തരെ അങ്ങനെ വരിക, 1 ഏക്കർ കൊടുത്ത് ഇങ്ങനെ ആളുകൾ ഇപ്പോൾ 1 ഏക്കർ തന്നെ പലയിടത്തും ഒത്തിരി ആളുകളായി. അപ്പോൾ എല്ലാം ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ടൂറിസമായി ഓരോ അതും കണ്ട് ഒത്തിരി പേര് ജീവിക്കുന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഞാൻ ഇപ്പോഴും കൃഷികളൊക്കെ ഇപ്പോൾ ഏലത്തിൻ്റെ ഒരു ഇതായതുകൊണ്ട് ഏലം കൃഷി ഒരു കുറച്ച് വർഷങ്ങളായി ഇവിടെ പുരോഗമിച്ച് എല്ലാവരും കുറേ ചെയ്തു അതൊരു നല്ല രീതിയിലായി. സാമ്പത്തികമായിട്ടെല്ലാം വളർന്നു. എന്താണെന്ന് വെച്ചാൽ ആരുടെയും കയ്യിൽ ഇപ്പം പൈസ ഇല്ലാത്ത അവസ്ഥയില്ല. എല്ലാവരുടെയും കയ്യിൽ പൈസ, ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും അവരും നല്ല സ്നേഹത്തോടു കൂടി എല്ലാം പിന്നെ ജാതി മത ഭേദമില്ലേ, എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും എല്ലാം പരസ്പരം സഹകരിക്കും. അങ്ങനെ ഞങ്ങൾ ജീവിക്കും. അത്രേ പറയാം. നമ്മുടെ ബാലമ്പിള്ള സിറ്റിയെ കുറിച്ച് ഇത്രയൊക്കെ അറിവ് പറഞ്ഞതിന് ഒരുപാട് നന്ദി. അപ്പോൾ നമ്മൾ ഓർക്കപ്പുറത്താണ് ചേട്ടനെ കണ്ടത്. ചേട്ടൻ്റെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് ഫിലിപ്പ് അല്ലേ? ഫിലിപ്പ് ഇപ്പോൾ എന്താ ചെയ്യുന്നത്? കളങ്ങര. ഏതായാലും ചേട്ടനെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റില്ല, ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. ലാലി ചേച്ചിയാണ് കേട്ടോ നമ്മുടെ ഇവിടെ എല്ലാവരെയും ഇവിടെ പരിചയപ്പെടുത്തിയത്. ലാലി ചേച്ചി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ബ്രാഞ്ച് മാനേജറായിരുന്നു പെരുങ്ങണ്ട സർവീസ് സാറിൻ്റെ ബാങ്കിലെ ബ്രാഞ്ച് മാനേജറായിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആൾക്കാരെ എല്ലാം അറിയാനും പറ്റുന്നുണ്ടല്ലേ? ഫീൽഡ് വർക്ക്. പിന്നെ എൻ്റെ സ്ട്രോങ് കസ്റ്റമറാണ്. ഇനിയിപ്പോൾ നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ബാലമ്പിള്ള സിറ്റിയിൽ നിന്ന് നമുക്ക് അടുത്ത എങ്ങോട്ട് അയച്ചു പോകുന്നത്? രാമക്കൽമേടിലായിട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. മനോഹരമായ ഈ കൊച്ചു ഗ്രാമങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങളെ സഹായിച്ച ലാലി ചേച്ചിക്ക് ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മനോഹരവും വ്യത്യസ്തവുമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.